കോഴിക്കോട് ബൈപ്പാസിന് സമീപം ഹൈലൈറ്റ് മോളിനടുത്തുണ്ടായ മണ്ണിടിച്ചിലിന്റെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പശ്ചിമബംഗാൾ സ്വദേശിയായ തൊഴിലാളി 1.5 മണിക്കൂറിലധികമായി മണ്ണിനടിയിലാണുള്ളത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എ.കെ. അഭിലാഷുണ്ട്. അഭിലാഷ്, ഏറെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നേരത്തെയുള്ള ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. അല്പം മുൻപ് അത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഭീതിതമായ രീതിയിൽ വീണ്ടും മണ്ണിടിഞ്ഞതാണ്. തൊട്ടിപ്പുറത്ത് നമുക്ക് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളും കാണാം. അതായത് വലിയ കൂമ്പാരമായി തന്നെ മണ്ണ് കിടക്കുന്നു. അതിനടിയിലാണ് ഒരു മനുഷ്യജീവൻ ഉള്ളത്. പക്ഷേ ഇങ്ങനെ തൂമ്പ കൊണ്ട് ഇത്രമാത്രം കുറച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ മണ്ണ് നീക്കി അയാളെ പുറത്തെടുക്കുക സാധ്യമാണോ? കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടതല്ലേ രക്ഷാപ്രവർത്തനത്തിനായി? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ MLA-യുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്നതാണ്. പക്ഷേ ഇപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് അവരുടെ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കാരണം ഇവിടെ ഒരു മനുഷ്യജീവൻ അടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എത്രത്തോളം സാധ്യമാണ് എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തൂമ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്ത് വലിയ മൺകട്ടകൾ മാറ്റിക്കൊണ്ടുമൊക്കെയുള്ള അത്തരത്തിലൊരു രക്ഷാദൗത്യത്തിലേക്ക് അവർ കടക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 25-ലേറെ ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ തന്നെ ഒരു 10-15 പേർ മാത്രമാണ് ഇപ്പോൾ രക്ഷാദൗത്യവുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ആ ഭാഗത്ത് അതിൽ കൂടുതൽ നിന്നുകൊണ്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ JCB-യോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ച് അവിടെ മണ്ണ് നീക്കം ചെയ്യുകയോ എന്നുള്ളതും ഇപ്പോൾ സാധ്യമല്ലാത്ത ഒരു നിലയിലേക്ക് ആണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തുന്നു. അതായത് ഒരു മനുഷ്യജീവൻ അതിൻ്റെ അകത്തുണ്ട്. അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകുന്ന തരത്തിലൊരു പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസോ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച്, അതായത് രക്ഷപ്പെട്ട 2 പേരുണ്ട്, അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുകയും ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർക്ക് അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 12-ം തീയതി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നടപടി ഉണ്ടായില്ല. റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നടപടി നൽകിയിരുന്ന ആ ഘട്ടത്തിൽ നിങ്ങളുടെ കരം അടച്ച റെസീറ്റ് നൽകണമെന്നുള്ള ആവശ്യം ഈ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചു എന്നാണ് സമീപവാസിയായ അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ലിസി എന്ന് പറയുന്ന ആൾ പറയുന്നത്. കാരണം അവർ നിരന്തരം പരാതി നൽകിയിരുന്നു. അതായത് ഈ കോമ്പൗണ്ട് വാൾ കെട്ടാതെയാണ് ഇത്തരത്തിൽ മണ്ണിടിക്കൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുറ്റും ഈ ടിൻ ഷീറ്റ് ഉപയോഗിച്ച് തകര ഷീറ്റ് ഉപയോഗിച്ച് മറച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ഇവരോടൊപ്പം നേരത്തെ പറഞ്ഞിരുന്നത് 2 മീറ്റർ മാറിയായിരിക്കും ഇവിടെ മണ്ണെടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിനകത്തേക്ക് വന്ന് നോക്കുന്ന ആ ഘട്ടത്തിൽ 2 മീറ്റർ അല്ല, തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുകൾ ഭാഗത്തുള്ള ഇടവഴി അടക്കം ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലാണ് മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ള ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അയാളെ കണ്ടെത്തുന്നുള്ള ആവശ്യമായ നടപടിയുമായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം മുന്നോട്ട് പോകുന്നത്. അതിനാവശ്യമായുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് MLA പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് നടക്കുന്നത്. അവിടെ ഈ മൺവെട്ടിയും അതോടൊപ്പം തന്നെ കമ്പിപ്പാരിയൊക്കെ ഉപയോഗിച്ച് ഈ മൺകൂനകൾ നീക്കുകയും അതോടൊപ്പം തന്നെ പൊടിച്ചു മാറ്റുകയും ഡ്രില്ലർ ഉപയോഗിച്ച് പൊടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നത്. ഏതായാലും ഇവിടെ ഈ കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ കമ്പിക്കെട്ടുകൾ കൂടിയുണ്ട്. അതും വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഈ മുകൾ ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു വീണത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വലിയ യന്ത്രസാമഗ്രികൾ ഇവിടെ എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ JCB അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം മണ്ണ് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്ക് വേണമെങ്കിൽ JCBയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയും. കാരണം ഈ ദുരന്ത മേഖലയിലേക്ക്, അപകട മേഖലയിലേക്ക് JCB അടക്കമുള്ള സാധനങ്ങൾ, ചെറിയ JCB അടക്കമുള്ള സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ മേഖലയിൽ കൂടുതൽ ആഴത്തിലേക്ക് തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.